നമസ്കാരം. ഒരു പെണ്ണ് വിചാരിച്ചാല് ഏതൊരു വ്യക്തിയുടെ ഏതൊരു പുരുഷന്റെയും ജീവിതം തുലയ്ക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പെണ്ണിന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ ഇവിടെ പെണ്ണ് വിതയ്ക്കുന്ന ദുരിതം അതിനോളം മറ്റൊന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. എത്ര തന്നെ സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞാലും ഇവിടെ ഈ കാലത്ത് 2025 ഏപ്രിലിൽ ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ദുരന്തവും ദുരിതവും അനുഭവിക്കുന്നത് സ്ത്രീകളല്ല പുരുഷന്മാരാണ് എന്നതാണ് വസ്തുത. തെളിവുകൾ ഓരോ ദിവസവും നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ത്രീ പീഡന കേസിന്റെ രൂപത്തിലായാലും പോക്സോ കേസിന്റെ രൂപത്തിലായാലും മറ്റ് കള്ളക്കേസുകളുടെ രൂപത്തിലായാലും ഒക്കെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ മീഡിയകളും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനവും മറ്റും അത് ഗൗരവമായി എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇന്നും ഇന്നലെയുമായി പുറത്തു വന്നിരിക്കുന്ന ഒരു വലിയൊരു വാർത്തയുണ്ട്. മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇത്രയധികം അങ്ങോട്ട് ആകർഷിച്ചില്ലായിരുന്നു. 7 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എങ്കിലും അന്നും കുറച്ചൊക്കെ ആഘോഷിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ജോമോൻ എന്ന ഒരു കടുത്തുരുത്തി സ്വദേശിയുടെ ഒരു കഥ. അയാള് മാനമര്യാദയ്ക്ക് ഒരു സ്ഥാപനം നടത്തുകയാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയാണ്. ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് അയാൾക്കെതിരെ ഒരു പീഡന കേസ് വരുന്നത്. പീഡന കേസ് എന്ന് പറയുമ്പോൾ ഇയാളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ നോർത്ത് ഇന്ത്യയിലേക്ക് പരിശീലനത്തിന് അയക്കുമ്പോൾ ഇയാളങ്ങ് പറഞ്ഞുവിടുകയല്ലേ ചെയ്യുന്നത്. ഇയാൾ ട്രെയിനിൽ കൊണ്ടുപോയി അവിടെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ച് തിരികെ വരികയാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം ഉത്തരവാദിത്വം അയാൾ എടുക്കുന്നുണ്ട്. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അയാളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. അദ്ദേഹം അതുപോലെ കൊണ്ടുപോയി തിരിച്ചു വന്നു. പക്ഷെ ഇതിനിടയിൽ അന്നും ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു, പിന്നും പലപ്പോഴും ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു, പിന്നെ എവിടെയൊക്കെ വെച്ച് വേറെ എന്തൊക്കെയോ ചെയ്തു, കുത്തിക്കയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പരാതി കൊടുത്തു. എറണാകുളത്തെ ഒരു പെണ്ണാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ പെണ്ണ് അന്ന് കൊടുത്ത പരാതി, 7 വർഷം മുമ്പ് കൊടുത്ത പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് 1 മാസം ജയിലിൽ കിടന്നു. പോലീസ് അറസ്റ്റ് ചെയ്തത് ബഹുരസ. ഇന്നും അന്നും പോലീസ് ഒരുപോലെയാ. ഇയാളെ ഒരു ദിവസം, ഒരു വ്യാഴാഴ്ച ദിവസം, ഈ വ്യാഴാഴ്ച ദിവസമായി പോലീസുകാർ വ്യാഴം വെള്ളിയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക. കാര്യം എന്നാലേ 2 ദിവസമെങ്കിലും ജയിലിൽ കിടക്കുള്ളൂ. ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ മൂക്കള ഒലിപ്പിച്ച് അല്ലെങ്കിൽ മൂക്കട്ടെ ഒലിപ്പിച്ചുകൊണ്ടൊന്ന് മേലോട്ട് നോക്കി ഒന്ന് കോട്ടാ വിട്ട് കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ കരളങ്ങോട്ട് വരും. എന്നിട്ട് അങ്ങോട്ട് നീട്ടി ഒരു എഴുത്തങ്ങോട്ട് എഴുതും. ഈ സാധുവിനെ അങ്ങനെ എഴുതി എന്നിട്ട് വീട്ടിൽ നിന്ന് പൊക്കിയിട്ട് അങ്ങാടിയിലൂടെ നടത്തിച്ച് 1.5 കിലോമീറ്റർ നടത്തിച്ച് ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന നിലയിൽ നാട് മുഴുവൻ കാണിച്ച് എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് 2-3 ദിവസം സ്റ്റേഷനിലിരുത്തിയ ശേഷം പിന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പാപം ജയിലിൽ 1 മാസം കിടന്നു. നിങ്ങൾ ആലോചിക്കണം, ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ. ഒരു പീഡന കേസിലെ പ്രതി ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ദുരിതമായിരിക്കും. ഒന്ന്, ആ ജയിലിലെ സൂപ്രണ്ട് നന്നായിട്ട് മർദ്ദിക്കും. ഏത് ജയിലായാലും വളരെ നന്നായി മർദ്ദിക്കും. അവിടെ നിരപരാധിയാണോ ആരോടൊന്നും നോക്കൊന്നുമില്ല. നിയമമൊക്കെ നിയമത്തിന്റെ വഴിക്കാണ് പോണത്. അയാൾ നല്ല അടി കൊടുക്കും, ചുരുളും അല്ലാതെയും ഒക്കെ അടി കൊടുക്കും. നമ്മളെ നിരപരാധിത്വം പറഞ്ഞാലോ അല്ലാതൊന്നും പറഞ്ഞാലോ ഒന്നും ഒരു വിലപ്പോവില്ല. നല്ല അടി നന്നായിട്ട് കൊടുക്കും. അതിന് പുറമെ അയാളെ കൊണ്ടുപോകുന്ന സെല്ല്, ആ സെല്ലിൽ ഒരു 10-20 പേരുണ്ടാവും. അവരെല്ലാവരും അവിടെ നടത്തുന്ന റാഗിങ്ങും മർദ്ദനവും മറ്റു കാര്യങ്ങളും ചില്ലറൊന്നും അല്ല. ഇന്നത്തെ പോലെ CCTV ദൃശ്യങ്ങളൊന്നും അന്നില്ല എന്ന് ചിന്തിക്കണം. ഇപ്പോ ജയിലിലൊക്കെ CCTV ദൃശ്യങ്ങളുണ്ട്, റൂമില്ലാതുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സഹതടവുകാരോ മറ്റുള്ളവരോ മർദ്ദിക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ അന്നത്തെ സാഹചര്യമൊന്നും അതല്ല. കടുത്തുരുത്തിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസ് നന്നായി മർദ്ദിച്ചു. അതിന് പുറമെ കോടതിയിലെത്തി റിമാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ജയിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ തടവുകാരുടെ വക വേറെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ 1 മാസം അയാൾ നരകയാതന അനുഭവിച്ചു. അവസാനം ജാമ്യം കിട്ടി പുറത്തു വന്നു. ഇതൊന്നും അല്ല വിഷയം. ആ നാട് മുഴുവൻ അയാളെ ഒരു പീഡന വീരനാക്കി മുദ്രകുത്തി, അയാളെ ശാപവാക്കുകൾ കൊണ്ട് മൂടി, അയാളുടെ കുടുംബക്കാർ, അയാളുടെ ഭാര്യയും 2 കുട്ടികളും, അയാളെ വിശ്വാസമുള്ള അയാളെ കൂടെ കഴിഞ്ഞ അയാളുടെ ഭാര്യയും അയാളുടെ കുട്ടികളും ഒഴികെ, കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ, അത് അറിയാത്ത കുട്ടികളാണ്. 4 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് എന്താ അറിയുന്ന ഒന്നും അറിയില്ല. അപ്പോൾ അത്രയും ചെറിയ കുട്ടികളും ഈ പറഞ്ഞ ഭാര്യയും ഒഴികെ ബാക്കി എല്ലാവരും അയാളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, ആ നാടും നാട്ടുകാരും മുഴുവൻ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, അയാളെ സ്ഥാപനം പൂട്ടേണ്ട സാഹചര്യം വന്നപ്പോൾ, അയാളുടെ ജീവിതം താറുമാറായപ്പോഴും ഇവിടെ നിയമ സംവിധാനങ്ങളും ഈ പറയുന്ന നീതി സംവിധാനങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നത് ആ തന്തയ്ക്ക് പിറക്കാത്ത ആ പെണ്ണിന്റെ പേരിലായിരുന്നു. കാര്യം ഒരാളുടെ ജീവിതം തകർത്തെറിഞ്ഞ് 7 വർഷത്തിന് ശേഷം പള്ളിയിൽ ഇങ്ങോട്ട് വന്നിട്ട് മാപ്പ് പറഞ്ഞു എന്നാ പറയുന്നത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്, 7 വർഷം മുമ്പ് ഞാൻ ഈ മനുഷ്യനെ എതിരെ കള്ളപ്പരാതി കൊടുത്തതാണ്, ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇയാൾ മാപ്പ് പറഞ്ഞു, ശരി തന്നെ. പക്ഷെ ഇയാൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ആരാണ് കൊടുക്കുക? എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് കോടതിയിൽ ചെന്ന് ഇയാൾ കുറ്റവിമുക്തനായി. ഈ ജോമോൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കരുതുന്നത്
ഞാൻ കുറ്റമുക്തനായല്ലോ, 4 പേര് അറിഞ്ഞല്ലോ എന്നാണ്. പക്ഷെ അയാൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? ഞാൻ ഭയപ്പെടുന്നത് മറ്റൊന്നാണ്. ഈ ജോമോൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാറ്റഗറി ആത്മഹത്യ ചെയ്യും എന്നുള്ളത്. ന്യൂസ് 18-ലെ അയാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇയാൾ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. കാരണം അയാൾക്ക് ദൈവാധീനം, അയാൾക്ക് ഈശ്വര വിശ്വാസമുള്ളത് കൊണ്ട്, അയാൾക്ക് പ്രാർത്ഥനയിൽ അയാൾ മുഴുകിയത് കൊണ്ട്, ദൈവത്തിൽ അർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി അയാൾ ജീവിതം അവസാനിപ്പിച്ചേനെ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ തന്തയ്ക്ക് പ്രഖ്യാതകൾ വന്നിട്ട് ഈ രീതിയിൽ എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു എന്താണ് അവസ്ഥ? ഒരുത്തന്റെ ജീവിതം തകർത്ത് നാശമാക്കിയ ശേഷം പിന്നീട് വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടോ കോപ്പ് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഇവളുമാരൊക്കെ അനുഭവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഏതവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും എന്റെ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കണം, ഇത് ഈ ഒരു ഇവള് മാത്രമല്ല, ലോകത്തുള്ള സകല അവളുമാരുണ്ട്. മലയാളത്തിൽ കുറെ അവളുമാരെല്ലാം ഉണ്ട്, നിരന്തര പീഡനം അത് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുകയും ചെയ്യും. പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു പ്രിവിലേജിൽ കൊണ്ടുവന്ന് പരാതിയും കൊടുക്കും. അതെല്ലാം കൊടുത്തിട്ട് പിന്നെ പുരുഷന്റെ മേക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ അടുത്തതും പറയും. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ചേരുന്നത് ഏതെങ്കിലും ഒന്ന് പറ. ഒരപ്പന് പറഞ്ഞ വർത്താനം പറയും. ഏതായാലും ജോമോന്റെ കേസിൽ എനിക്ക് വളരെ അമർഷമുണ്ട്. ജോമോൻ എന്ന് പറയുന്ന ആ സാധു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നത് ദൈവാധീനം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പോലീസുകാർ കാണിച്ച തെമ്മാടിത്തരം എന്ന് പറയുന്നത്. എന്നിട്ട് മീഡിയകൾ എഴുതി കൂട്ടിയത് എന്തൊക്കെയാണ്? അന്ന് ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു. ഇയാളൊരു ക്രൂര പീഡന വീരനാണ്. ഇയാളെ ഫോട്ടോ വെച്ചിട്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കുക. ഇനി ഏറ്റവും രസം അതല്ല, ഇയാളാണ് എര. ഈ ജോമോൻ എന്ന് പറയുന്ന ഈ ഒരു പാവമാണ് എര. അയാളെ ഫോട്ടോ വെച്ച് അയാളെ ജയിലിലിട്ട് ഇത്രയും കാണിച്ചു വെച്ചിട്ടും ഇപ്പോഴും ആ പെണ്ണെന്ന് പറഞ്ഞവള് കാണാൻ അറിയത്ത. എനിക്ക് പേരറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഏത് കേസ് പറഞ്ഞാലും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ളവന്മാർ ശിക്ഷിക്കപ്പെടണം. ഇല്ലെങ്കിൽ ഇവളുമാർക്ക് ശരിക്കും പഠിക്കണം, പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ നീതിപീഠങ്ങളും നീതി സംവിധാനങ്ങളും ഇവിടെ ഇരയ്ക്ക് അനുകൂലമായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മനസാക്ഷിയുള്ളവരാരെങ്കിൽ കൃത്യമായി കൈക്കൂലി വാങ്ങാതെ മാന്യമായി കേസ് അന്വേഷിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ, സത്യസന്ധമായി അന്വേഷിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഒരു കേസും വരില്ലായിരുന്നു, അയാൾക്കെതിരെ FIR-ഉം വരില്ലായിരുന്നു, യാതൊന്നും വരില്ലായിരുന്നു. കാരണം ഈ ജോമോനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതുമായ ടെലിഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ ഇയാളെ റെക്കോർഡ് ചെയ്ത് CD-യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഈ പോലീസുകാരെ കേൾപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട് അവന്മാർ യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ആ തെളിവ് അനുസരിച്ചിട്ട് ശരിക്കൊരു അന്വേഷണം നടത്തി ആ പെണ്ണിനെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ, കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ജോമോൻ അന്ന് പുറത്തിറങ്ങിയാൽ കേസും ഉണ്ടാവില്ലായിരുന്നു, ജയിലിലും പോകില്ലായിരുന്നു. പക്ഷെ അജണ്ട അതല്ല. ഒന്നുകിൽ നല്ല പണം കൊടുത്തിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കുന്നത് വേറെ ഏതോ ഒരു പാർട്ട്ണർ ഈ ജോമോൻ ഉണ്ടായിരുന്നുവെന്നും ആ പാർട്ട്ണർ ഇയാളുടെ സ്ഥാപനം പൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ജോമോന്റെ സ്ഥാപനം നല്ല നിലയ്ക്ക് നടക്കുന്നതായിട്ട് അതൊന്ന് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ ഉപയോഗിച്ച് കാര്യം ചെയ്തത് ആണെന്നുള്ള വിവരവും പറയുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്. ജോമോന്റെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ജീവിതം, ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ട് ഇത്തരത്തെ തെമ്മാടിത്തരം കാണിക്കുന്നവന് സസുഖം ഇവിടെ വാഴാം. ഞാൻ പറയുന്നത് ജോമോൻ തിരിച്ചു കേസ് കൊടുക്കണമെന്നാണ്. ഇവിടെ എന്തായി കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഏതെങ്കിലും തന്തയ്ക്ക് പറക്കാത്തവൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കേസ്, അല്ലെങ്കിൽ അത്തരത്തിൽ പീഡന കേസായാലും പോക്സോ കേസായാലും ഏത് കേസായാലും അത്തരം കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രതിയാക്കപ്പെടുന്ന പുരുഷൻ അവൻ ജീവൻ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ പിന്നെ ജീവൻ കിട്ടിയത് തന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കണം. അത് പോരാ, തിരിച്ച് കേസ് കൊടുക്കണം. തിരിച്ച് കേസ് കൊടുത്തിട്ട് എത്ര വന്ന് കാല് പിടിച്ചാലും എന്ത് ചെയ്താലും ഏതറ്റം വരെ പോയാലും എത്ര പണം ചെലവായാലും താൻ ആ കേസും കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസമെങ്കിലും അവളെ ജയിലിൽ കിടത്തിയിട്ട് എന്താണ് ജയിലെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് പ്രതിയായാലുള്ള സുഖമെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ ഓരോ കേസിലും ഈ സുഖം അവർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇവളുമാരെ ഈ കള്ളപ്പരാതികൾ നിൽക്കൂ. Different angles. Don't forget to subscribe and support this channel.